ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ്. എന്താ പറയുക, ഒരു 6:45 ഫ്ലൈറ്റ്. നമ്മൾ ഇവിടെ നിന്ന് ഒരു 2 മണിക്ക് ഇറങ്ങി അവിടെ 3 മണിക്ക് എത്തി. അപ്പം എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എല്ലാവരും റെഡിയായി. ഓൾറെഡി 2 മണി ആയിട്ടുണ്ട്. 2:15 ഇറങ്ങണം. അപ്പോൾ എന്താ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഏട്ടനും കണ്ണാട്ടനും അപ്പോട്ടിനും കൂടിയിട്ടാണ് എടുത്ത് വെച്ചത്. അപ്പോൾ നമ്മൾ ഗർഭിണി പൂച്ചയാണിത്. ഇപ്പോൾ ഒന്നും എനിക്ക് സങ്കടവും കാര്യങ്ങളൊന്നുമില്ല. ഇന്നലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലത്തെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണുക. അപ്പോൾ ഇന്നലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ കരയൂട്ടാ, അപ്പം വീഡിയോ എടുക്കണേ എനിക്ക് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞ ഞാനാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഞാൻ കരഞ്ഞു. പക്ഷെ ഇവരെ അവരെ മുന്നിലൊന്നും ഇരുന്ന് കരയുവാക്കുകയൊന്നും ചെയ്തില്ല. അപ്പം എൻ്റെ വീട്ടുകാരോട് ചോദിച്ചാലറിയാം, ഞാൻ തൊട്ടാവാടി ചെറിയ കാര്യത്തിനും എൻ്റെ കണ്ണെന്ന് വെള്ളം വന്നോളൂ. ഇവിടുന്ന് എന്താ പറയുക, വീട്ടിനോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ തൊട്ടാടിയെന്ന് വെച്ചാൽ ഞാൻ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ടേക്ക് വരുവാണെങ്കിൽ പോലും ഞാൻ കരയും. അങ്ങനത്തെ ഒരു ഐറ്റമായിരുന്നു ഞാൻ. അപ്പം ഗൈസ് അങ്ങനെ നമ്മൾ വിടുകയാണ്. എല്ലാം സെറ്റായി. ഇവർ 3 ഫ്രണ്ടിൽ, ഞങ്ങൾ 3 ബാക്കിൽ, പിന്നെ ബാക്കിൽ ലഗേജും അങ്ങനെ ആക്കിയിട്ട് നമ്മൾ പോവുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര മിസ്സിങ് എന്ന് പറയുന്നതല്ല, ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നല്ല മിസ്സിങ്ങാണ് ഗൈസ്. അപ്പോൾ റോഡിൽ നമ്മളെ കൃഷ്ണജയന്തിൻ്റെ അന്നായിരുന്നു ഞാൻ പോയി. 26-ാം തീയതി ആയിരുന്നു ഞാനിങ്ങനെ വന്നത്. അപ്പം റോഡിൽ ഫുൾ 2 സൈഡിലും എന്താ പറയുക, കൃഷ്ണജയന്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കോടിയൊക്കെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെയും യാത്ര അതായത് 2:15 ഇറങ്ങി 3 മണിക്ക് എത്തി. അത്രയും സമയത്തെ യാത്ര ഉണ്ടായത്. നമ്മൾ അവിടുന്ന് എയർപോർട്ടിലേക്ക് അടുത്താണ്. അപ്പം അടുത്താണെന്ന് വെച്ചാൽ ഇത്രയും ദൂരത്തെ യാത്ര ചെയ്യണം, അത് അത്രയും അടുത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൃഷ്ണജയന്തിൻ്റെ കൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു, ഫ്ലൈറ്റിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോക്ലേറ്റ്, എനിക്ക് അതേ പറ്റുള്ളൂ, എരിവിൻ്റെ ഐറ്റംസ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചതായിരുന്നു. ചോക്ലേറ്റ് കിട്ടിയാൽ ഒരു ഇതായിരുന്നു, നല്ല ഒരു തരം വൈബായിട്ട് പോവായിരുന്നു. അതുകൊണ്ട് പക്ഷേ ഞാൻ അവിടെ നോക്കി, പക്ഷേ അവിടെ ഇല്ലായിരുന്നില്ല. പിന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്നായിരുന്നു ഫുഡ് വാങ്ങിച്ചത്. ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചു. പക്ഷേ അത്ര രസമൊന്നുമില്ല. 200 രൂപയാണ്. പക്ഷേങ്കിൽ ഒടുക്കാത്ത റേറ്റും ഒടുക്കാത്ത ടേസ്റ്റ് ഇല്ല. അതാണ് എയർപോർട്ടിൻ്റെ ഒരു ഗുണം. അപ്പോൾ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് എനിക്ക് ടെൻഷൻ കൂടി. പക്ഷെ എന്തോന്നറിയില്ല, കഴിഞ്ഞ പ്രാവശ്യം ഇതിലും ടെൻഷനായിരുന്നു എനിക്ക്. ഇവിടുത്തെ നമ്മുടെ എയർപോർട്ടിൽ തന്നെ കയറിയപ്പം അവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് പേടിയായിട്ട്, നമ്മുടെ കയ്യിലൊന്നുമില്ല, ഒരു ഇതുമില്ല, നമ്മൾ നല്ല ഇതിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര എന്തോന്നറിയില്ല, ഭയങ്കര പേടി. പിന്നെ ആരോടെങ്കിലൊക്കെ ഞാൻ എൻ്റെ ഒരു പ്ലസ് പോയിൻറ്റുമാണ്, എന്താ പറയുക, നെഗറ്റീവുമാണ്. ഞാൻ എല്ലാ കാര്യവും ഇവിടെ എല്ലാവരോടും ചോദിച്ചിട്ട് പോവാം. അത് പ്ലസ് പോയിൻ്റാണ്. പക്ഷേ എല്ലാ സമയവും നമ്മളിങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ആരോടെങ്കിലും ചോദിച്ചിട്ട് ആക്കിയിട്ടും പോയാൽ ശരിയാവത്തില്ല. പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും ശരിയല്ല. ഞാൻ കുറച്ച് മിങ്കിളായിട്ട് അവിടെ നിൽക്കും ആരോടെങ്കിലും. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്, ചില കാര്യത്തിന് മോശവുമാണ്. അപ്പോൾ നമ്മൾ എത്തി എയർപോർട്ടിലെത്തി. ചെറുതായിട്ടൊന്ന് വഴിയൊന്നും ചെറുതായിട്ട് തെറ്റിപ്പോയി. അങ്ങോട്ട് പോകേണ്ടത് പാർക്കിങ്ങിലോട്ടേക്ക് മേലോട്ടേക്ക് പോകേണ്ടത് പാർക്കിങ്ങിലോട്ടേക്കായിരുന്നു പോയത്. അങ്ങനെ നമ്മൾ എന്തായാലും എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ 3-4 പേരെയും അവിടെ ഇറക്കിയിട്ട് ഇവർ 2 പാർക്ക് ചെയ്യാൻ പോയി. അപ്പം നമ്മൾ അവിടെ ലഗേജിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് വെച്ചിട്ട് റാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു മറ്റേ പെട്ടി. പക്ഷേങ്കിൽ 400 രൂപ ഒരു പെട്ടിക്ക്. അത് ചെറുതാണോ വലുതാണോ എന്നല്ല, ഒരു പെട്ടി ഇതാക്കുവാണെങ്കിൽ 400 രൂപ. അപ്പോൾ നമ്മൾ വിചാരിച്ചു വേണ്ട, ഫുഡ് ഐറ്റംസാണ്, വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ആ പെട്ടീനകത്ത്. അപ്പം നമ്മൾ വിചാരിച്ചു വേണ്ട. പിന്നെ നമ്മൾ നല്ലതായിട്ട് ചുറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. അതെൻ്റെ മുഖത്തുണ്ട്. എൻ്റെ മുടി എന്താണെന്ന് കുളിച്ചോണ്ടാന്ന് തോന്നുന്നു ഫുള്ള് പറ്റിയിരിക്കണം.
അപ്പോൾ ഗൈസ് ഇവരെ ഞാൻ പറഞ്ഞു വിടുകയാണ്, പക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരെ പറഞ്ഞു വിടുകയാണ്. എന്ന് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി ഇവരെല്ലാവരും നിന്നിട്ടുണ്ടെങ്കിൽ കാരണം അമ്മ എന്തെന്നാ ചോദിക്കുന്നുണ്ടായിരുന്നത്. അപ്പം സംഭവം ഞാൻ കരയാറായി. അതുകൊണ്ട് എനിക്ക് തന്നെ അറിയാം ഇവരെ മുന്നിൽ ശരിയാവത്തില്ല. അപ്പോൾ ഞാൻ വെച്ച് പോയിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ അകത്ത് കയറിയല്ലോ, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നുള്ള ഇതിൽ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ഗേറ്റിൻ്റെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഗേറ്റ് ഓപ്പൺ ആവുക 3:45 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഓപ്പൺ ആയത്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഞാൻ 3:45 ആ ടൈം ആകുമ്പോൾ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. എൻ്റെ മുഖം കണ്ട ഗൈസ് സങ്കടമുണ്ട്. എന്തോ പോലെയൊക്കെ ആയിരുന്നു. ഇവിടുന്ന് മേലെ എത്തിയപ്പം കുഴപ്പമുണ്ടായിരുന്നില്ല. ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഞാൻ മേലെ പോയി ഇരിക്കാൻ വേണ്ടി പോവാണ്. കുറേ നേരം പാട്ട് കേട്ട് കുറേ നേരം എന്തൊക്കെയൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ 6:45 ഫ്ലൈറ്റ്. അപ്പോൾ 6 മണി 6:30 മണിയാകുമ്പം തന്നെ നമുക്ക് ഫ്ലൈറ്റിലോട്ടേക്ക് വിടും. എൻ്റെ സീറ്റ് ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്നെ ഫസ്റ്റ് കയറ്റി വിട്ടു. പിന്നെ വേറൊരു പ്രശ്നം, ലഗേജ് ലാസ്റ്റ് കിട്ടത്തുള്ളൂ. ഫസ്റ്റ് എന്നെ കയറ്റി വിടുന്നതുകൊണ്ട് നമ്മുടെ ലഗേജ് ആയിരിക്കുമല്ലോ ഫസ്റ്റ് പോവുക. അപ്പം അങ്ങനെ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക പോവുകയാണ്. എനിക്കറിയാൻ വയ്യ ഇതൊക്കെ പറയേണ്ടതെന്ന്. ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഫ്ലൈറ്റ് കയറുന്നതിൻ്റെയോ അല്ലെ ഫ്ലൈറ്റ് പൊങ്ങുന്നത് അങ്ങനെ അതൊന്നും എനിക്ക് അത്ര വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടുന്ന് പോകുകയാണല്ലോ എന്നുള്ളൊരു മാതിരിയുള്ളൊരു ഇതുണ്ട്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തൊരു ചേട്ടനായിരുന്നു ഇരുന്നത്. എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്ത് നോക്കുമെന്ന്. പക്ഷേ അതെനിക്ക് എല്ലാവരോടും ആരിരുന്നാലും എനിക്ക് പേടിയാട്ടോ. ആരിരുന്നാലും എനിക്ക് അടുത്തിരുന്നാലും ഭയങ്കര ഡൗട്ടാണ്, എന്തെങ്കിലും ചെയ്യുമോ, എൻ്റെ അടുത്ത് ഇതാക്കുമോ. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് ആ ഒരു ഇത് ഞാൻ അവരോട് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക ആക്കുക എന്നൊക്കെ ഉള്ള ഇതിൽ. പക്ഷേങ്കിൽ നല്ല ചേട്ടനായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ചേട്ടനായിരുന്നു. കുറച്ച് അങ്ങനെ വൈകിട്ടളക്കോ ഒന്നും സംസാരിച്ചില്ല. എനിക്കൊരു അത്യാവശ്യത്തിന് അവരോട് ചോദിച്ചപ്പം അവർ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ചേട്ടനാണെന്ന്. അപ്പോൾ ഫ്ലൈറ്റ് പൊങ്ങിയപ്പോൾ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റ് പൊങ്ങി കുറച്ച് കഴിയുമ്പോൾ ഒരു ഇളക്കം ഫ്ലൈറ്റിന്. അപ്പം ഞാനൊന്ന് ഞെട്ടി, ഈശ്വരാ. അപ്പോൾ ഗൈസ് നമ്മൾ ഒമാനിലെത്തിയിരിക്കുകയാണ്. അതിന് അടിയത്തെ ഇതൊക്കെ കണ്ട് ചെറിയ സാധനങ്ങൾ, ഉറുമ്പുകൾ പോകുന്ന പോലെ വണ്ടികളൊക്കെ പോണത്, അതൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അങ്ങനെ ലാൻഡ് ചെയ്യാണ്. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉറങ്ങി കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. ഇന്നലെ രാത്രി പോളെ കണ്ണടച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ചെറുതായിട്ട് ഉറങ്ങി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇതില്ല, അവിടുന്ന് എന്തോ പൊന്തി വരുന്ന കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്ത് പറ്റി ദൈവമേ വെച്ചിട്ട്. അപ്പം എല്ലാവരും ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ കുറച്ച് ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇറങ്ങാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ ഹാൻഡ് ബാഗ് നമ്മൾ കയ്യിൽ തന്നെ ഉണ്ടല്ലോ, അങ്ങനെ ഹാൻഡ് ബാഗ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ചേച്ചീൻ്റെ കൂടെ നടക്കുമായിരുന്നു ചെയ്തത്. ഇപ്രാവശ്യം എനിക്കിന് സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഒരാളെ ഹെൽപ്പ് ചോദിക്കാണ്ട് ഞാൻ ഒറ്റയ്ക്ക്, എനിക്കറിയാലോ ഒരു വട്ടം പോയതല്ലേ, അതുകൊണ്ടാവാം മേ ബി ഞാൻ ഒറ്റയ്ക്ക് പോയി. ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്തതെന്ന് ഇതാക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര പ്രൗഡ്. നിങ്ങൾക്ക് പറഞ്ഞാൽ പറ്റില്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്താലേ അതിൻ്റെ ആ ഒരു ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ലഗേജ് പോകുന്നു, ഒരു ട്രോളി ബാഗ് പോകുന്നില്ല. അതൊരു കുഞ്ഞു കുട്ടി ഒറ്റയ്ക്ക് വന്നതാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പിന്നെ സന്തോഷം. ഞാൻ ലാൻഡ് ചെയ്തു. ഇത് ഏട്ടനെടുത്ത വീഡിയോ കേട്ടോ, എടുത്ത വീഡിയോ. അപ്പം അറ്റ് ലാസ്റ്റ് കണ്ടുപിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്ത ആ ഒരു ഫീലായിരുന്നു. നമ്മളേന്ന് ഒരു എക്സ്പ്രഷൻ ഇല്ലാത്തൊരു ഭർത്താവ്. ചമ്മലാപ്പാ, ഞാൻ ബൊക്കെ പോവാ വാങ്ങിക്കൊണ്ട് വരാന്ന് വിചാരിച്ചു. പിന്നെ എനിക്കൊരു ചമ്മല, ആളുകൾ അത്രയും നിൽക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ച് ഏട്ടനോടൊക്കെ പറയാൻ ഞാൻ എന്തായാലും വാങ്ങിച്ചിട്ട് കൊണ്ടുവരും.
സത്യം പറഞ്ഞാൽ ഫസ്റ്റ് കണ്ടൊരു ഫീലായിരുന്നു കേട്ടോ. നമുക്ക് രണ്ടാക്കും ഞാനാ ഫസ്റ്റ് അങ്ങോട്ട് പറഞ്ഞു, ഇതൊക്കെ എനിക്ക് ഫസ്റ്റ് ഒക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെ തോന്നി എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഹസ്ബൻഡിന് എക്സ്പ്രഷൻ എന്ന് പറയുന്ന സാധനം തീരെ ഇല്ലാത്തതാണ് ഗൈസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ ലഗേജൊക്കെ വണ്ടി കയറ്റി നമ്മൾ ഫസ്റ്റ് പോയത് ഫുഡ് കഴിക്കാനാണ്. വിശന്ന സാൻഡ്വിച്ച് എനിക്ക് 6 മണിക്ക് ആയപ്പോൾ തന്നെ അവിടെ വെയിറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കഴിച്ചാൽ ഫ്ലൈറ്റിൽ നിന്ന് ഭയങ്കര ഇടങ്ങാറായിരിക്കും. അപ്പോൾ ഞാൻ വിളിച്ച് ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചു. ഇത് കാണിക്കുന്നത് ഞാൻ ഫസ്റ്റ് നിന്ന് ആ ഒരു ബിൽഡിങ്ങാണ്. ഇവിടുന്ന് ഞങ്ങൾ മാറി. അപ്പോൾ ഇപ്പോൾ പോണത് നമ്മൾ സ്ഥിരം സ്ഥലമായ ഒലിവ് ഗാർഡനിലോട്ടേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഒടുക്കത്ത വിശപ്പാണ്. പുറത്താണെങ്കിൽ ഒരു 8-9 ടൈം ആയിട്ടേ ഉള്ളൂ. വെയിലില്ലേ എൻ്റെ പൊന്നോ, എന്തൊരു വെയിലാണെന്നറിയോ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി. മസാല ദോശയാണ് പറഞ്ഞ് ഞാൻ പറയാം വിശന്ന് ചത്തും. അപ്പോൾ നെസ്റ്റോയിലാണ് ഫസ്റ്റ് പോയത്, വീട്ടിലേക്കല്ല നെസ്റ്റോയിലാണ് പോയത്. കുറച്ചധികം സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞാൻ പറയാം ഇത് ഏത് ലോഗോ കണ്ടിട്ട് ഗസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഓൾറെഡി ഞാൻ പറഞ്ഞ ഓക്കെ. അപ്പം കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, പിന്നെ പച്ചക്കറികൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ ഞാൻ എടുത്തില്ല. അത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് അത് കണ്ടത്, പിന്നെ ഞാൻ എടുത്തില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് MX Maxൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് ഇതാകുമ്പോഴത്തേക്ക് രാവിലെ കഴിച്ചതൊക്കെ പോയി. ക്ഷീണം പിടിച്ച് ഒടുക്കതായിരുന്നു. ഞാനിത് ഫുഡ് കഴിച്ചത് എവിടെ പോയി എന്നറിയത്തില്ല. ഞങ്ങളാണെങ്കിൽ കാറിലാണ് പോകുന്നത്. കാറിൽ പോകുന്നതേ ഉള്ളൂ. ഒടുക്കത്ത ചൂടും വേർപ്പ്. എനിക്കാണെങ്കിൽ ഒടുക്കത്തെ വേർപ്പുമാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഈ പോകുന്ന വഴി മാത്രമേ ഉള്ളൂ ഗൈസ്. ഞാൻ എന്താ പറയുക, വീഡിയോ എൻഡ് ചെയ്യാൻ പോവുക. വീഡിയോ ഇവിടെ നിർത്താൻ പോവുക. കാരണം പുറത്തിറന്ന് ഈ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എവിടെയാണ് ഈ ഒരു കാണിച്ചു തരാവേ. ഈ വെള്ള കാറിൽ ഇപ്പുറത്തെ സൈഡിൽ അതായത് ഇപ്പം കിട്ടും ഗൈസ്. ഈ ബിൽഡിങ്ങാണ്. ഈ നീല ഷീറ്റ് കാർപ്പറ്റ് ഇട്ട് കണ്ടില്ലേ, ഈ ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിക്കണേ. ഫസ്റ്റ് ഫ്ലോർ വേറെ വീഡിയോയിൽ പറയാട്ടോ. ബൈ. ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഈ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് മുന്നേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കാറിൽ ഇങ്ങനെ വരുന്നോണ്ട് നിൽക്കുന്നതായിരിക്കും. പുറത്തിറങ്ങിയാൽ നിൽക്കാൻ പറ്റത്തില്ല, അത്രക്കും ചൂടാണ്. ആ ഒരൊറ്റ റീസൺ കൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് ഫോൺ എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ ഞാൻ നിർത്തി. ഭയങ്കര പാടാണ് പുറത്ത് വന്ന് വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ, വേർത്ത് ഒലിക്കും. അതും കൊണ്ട് ഞാൻ വീഡിയോ കൂടി എടുക്കാൻ നിന്നാൽ പ്രാന്ത് പിടിക്കും. അതുകൊണ്ട് ഞാൻ അതവിടെ നിർത്തി വെച്ച് ഇപ്പോൾ റൂമിലെത്തി ഫ്രഷായി. ഏട്ടനൊന്ന് പുറത്ത് പോയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് നിർത്തിയേക്കാം, എന്ന് വെച്ചാൽ അവസാനിപ്പിക്കാമെന്ന് വെച്ചാൽ ഈ വ്ളോഗ് വേറൊരു വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. പിന്നെയെന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത്. മുന്നേ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവും, വോയിസ് ഓവറിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ വീട്ടുകാരും, പിന്നെ അപ്പോട്ടും തേജോട്ടിനും കണ്ണാട്ടിനും എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റായി പോയി ആ മൂകാംബിക യാത്ര, അതുകൊണ്ട് ഭയങ്കര മിസ്സിങ് ആണ്. ഞാൻ കുറച്ചും കൂടി നേരത്തെ പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു ടൂറും കാര്യങ്ങളൊക്കെ, പക്ഷേ ഇതിൽ പറ്റിയില്ല. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ എല്ലാ സ്ഥലത്തും എനിക്ക് ഈ പ്രാവശ്യം പോകാൻ പറ്റി. പറശ്ശിനി ആവട്ടെ, മൃദംഗശൈലേശ്വരി ആവട്ടെ, എന്താ പറയുക മൂകാംബിക ആവട്ടെ, എനിക്ക് കുറച്ച് അങ്ങനത്തെ അമ്പലങ്ങളിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ പോകാൻ പറ്റി. എൻ്റെ കൂടെ ആണെങ്കിലും ഈ വെക്കേഷൻ അത്യാവശ്യം ഞാൻ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇനി നമ്മളെ ഈ പ്രവാസ ജീവിതത്തിൽ എന്താ പറയുക, ഡേ മൈ ലൈഫും ഡെയിലി വ്ളോഗും ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതിനു മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.